ഞങ്ങൾ വെബ്സ്റ്റർ മോളിലാണ്. മോളല്ല, തെറ്റി, വെബ്സ്റ്റർ ഫോൾസിലാണ്. ഇന്നിവിടെ ലേബർ ഡേ, ഇന്ന് അവധിയാണ് കേട്ടോ. അവധിയല്ല, സൺഡേ. വെബ്സ്റ്റർ. ഞങ്ങൾ ഞങ്ങളുടെ ലിയോയെ കൊണ്ടുവരാതെ ഇപ്രാവശ്യം വന്നേക്കുന്നേ. ഫോൾസ് നടക്കുക, ട്രെയിൽസ്, ഇതൊക്കെയാണ് പ്ലാന്. രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂള് തുറക്കുമേ. സ്കൂള് തുറക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ട്രിപ്പാണിത്. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂള് നാളെ കഴിഞ്ഞ് തുറക്കും. അപ്പോൾ അതിനു മുമ്പേ ഒരിറക്കം ഇറങ്ങിയതാണ്. ഇതൊരു ചെറിയ വാട്ടർഫോൾസ് ആണ്. നയാഗ്ര വാട്ടർഫോൾസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ ഒന്നുമില്ല. പക്ഷേ ഇതൊരു കുഞ്ഞൊരെണ്ണം. അത് നടക്കുക, അതിനിടയ്ക്ക് വെള്ളം കാണുക. നിറച്ച് കാടാണ്. കാട് പോലെ, വനം പോലെയുണ്ട് ചുറ്റും. നമുക്ക് അതിൻ്റെ താഴെ പോകാൻ പറ്റുന്നു കേട്ടോ. അപ്പം അങ്ങോട്ട് നടക്കുകയാണേ. ഇപ്പം ഇവിടെ ദൂരെ നിന്നാണ് കണ്ടേ. ഇനി അടുത്തോട്ട് പോയി കണ്ടേച്ചു തരാം. കണ്ടേച്ചു തരാം, നല്ല കാണാം. സ്പെൻസർ ഗോൾഡ്. ഇത് പാർട്ട് ഓഫ് നയാഗ്ര എസ്കാർപ്മെൻ്റ് പാർട്ടാണ്. ഇവിടെ വെബ്സ്റ്റർ ഫോൾസും ട്യൂ ഫോൾസും ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ വെബ്സ്റ്റർ ഫോൾസിലാണുള്ളത്. ഈ ഒടിഞ്ഞു കിടക്കാൻ നോക്കി മരം. അത് ഞാൻ ഇങ്ങനെയല്ല കണ്ടത്. ഒടിഞ്ഞു കുത്തി എത്ര നാളായി കാണുന്നത്. വെട്ടി മാറ്റാത്ത എന്താണെന്ന് ആർക്കറിയാം. ഒടിഞ്ഞു കിടക്കുന്ന നോക്കി. ഒരു നടപ്പ് റൗണ്ട് ചുറ്റി കഴിഞ്ഞേച്ചേ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ വണ്ടി ഇട്ടെടുത്ത് വന്നേ. കുറേ ദൂരം ഞങ്ങൾ നടന്നു. നമ്മൾ അതിലേ പോയി ഇതിലേ വന്നു. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നേ. ആ സൈഡിൽ കൂടെ കറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടെ ഫെൻസ് ചെയ്തേക്കുന്ന സൈഡ് കണ്ടോ, ഇതിലേക്കൂടെ നടന്ന് നോക്കാമെന്ന് ഓർത്തു. ഇവിടെ വന്നു, നമ്മൾ താഴെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ മേളിൽ ഓപ്പോസിറ്റിൽ നിന്നിട്ടാണ് ഞാൻ പറയാം നമുക്ക് അതിന് താഴെ പോകാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ താഴെ വന്നേ. മേളിൽ നിന്നുകൊണ്ട് ആ മേളിൽ കാണുന്ന പാറയുടെ അടുത്ത് നിന്നായിരുന്നു നോക്കിയത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പാമ്പിനെ കണ്ടേ. പാമ്പിനെ കണ്ടെന്ന് അന്നേരം നിന്ന് അതിൻ്റെ കൂടെ കണ്ടേച്ചു. ഇവിടെ ഞങ്ങൾ പാമ്പിനെ വളരെ അപൂർവമാണ് കാണുന്നേ. ഗാർഡൻ സ്നേക്സ് ഒക്കെ യൂഷ്വലി ഉള്ളത്. ഇതും അതായിരിക്കണം. ഏത് സൈഡിലാ? വിച്ച് സൈഡ്? ഇത് ഗാർഡൻ സ്നേക്ക് ഒന്നുമല്ല. അമ്മോ, ഇതിനെ കാണാതെ ഞങ്ങൾ നിൽക്കുമായിരുന്നേ. അപ്പോൾ അത് ഇവിടെ കാല കയറി നിൻ്റെ. God. വലിയ ആവേശമായിരുന്നു തുടങ്ങിയപ്പോഴേ. എനിക്ക് പാമ്പിനെ കണ്ട് ഞാൻ അലറി എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം എൻ്റെ ഉന്മേഷമൊക്കെ പോയേ. കാര്യം ഇപ്പോൾ എനിക്ക് പേടിയായി പാമ്പുണ്ടോ എന്ന് തറയില്ല.
ഒരുപാട് സ്ഥലമുണ്ട് ഇതിനകത്ത് നടക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികൾ, പല വഴികളാണേ. കൊള്ളാം. ഈ ഷെഡ് കൊള്ളാമേ. ഇതിൻ്റെ അകത്തെ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്തെ. ഈ കാടും ചെടിക്കുന്ന മരങ്ങൾക്കുള്ളിലാണ്. എനിക്കിത് ഇഷ്ടമായി. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓലക്കുട പോലൊരു സാധനമൊക്കെ വെച്ചിട്ട് ഇതെല്ലാവർക്കും കൂടെ വന്നിരുന്നേ കൂടാനുള്ള സ്ഥലമായിരിക്കും. ഇത് കണ്ടോ, ടേബിൾ പോലെയൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ട്. ഇത് ഒട്ടും വെയിലില്ല ഇതിൻ്റെ അകത്ത്. ഇതെന്തോ സംഭവം എന്ന് അറിഞ്ഞുകൂടാ, എന്തിനു വേണ്ടി ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും കൂടെ വേണേൽ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് കൂടി പാട്ടും ഡാൻസൊക്കെ ചെയ്യുമായിരിക്കും. മീറ്റിംഗ് പ്ലേസ് ആയിരിക്കും ഇത്. കണ്ടില്ലേ, മുകളോട്ടൊക്കെ റൂഫൊക്കെ കണ്ടോ, അംബ്രല്ല ഷേപ്പിൽ റൂഫ്. നൈസ്. ആൾക്കാർ പട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടേ. ഞങ്ങളുടെ ലിയോയ്ക്ക് ഇത് കാണുമ്പോൾ വിഷമം വരും, അവനെ കൊണ്ടുവരാൻ തന്നെ. വെബ്സ്റ്റേഴ്സ് ഫോഴ്സ് പാർക്ക്. ഇത് പാർക്കാ. സി ഞങ്ങൾ അടുത്ത് വന്നു. നമ്മൾ ക്ലോസർ വന്നേ. ഞങ്ങൾ ദൂരെ നിന്ന് കണ്ട മേളിൽ നിന്ന് കണ്ട ഫോൾസ് അവിടെ നിന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ വരെ വന്നു. ഇതെല്ലാം ഗ്രില്ലിട്ടിട്ട് കവർ ചെയ്തേക്കുക. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. മാത്രമല്ല മൊത്തം സ്ലിപ്പർ തെന്നിക്കിടക്കുക. അവിടെയൊക്കെ പോയിട്ട് ഡേഞ്ചറാണ്, അപകടമാണ്, താഴേക്ക് വീഴുന്നു. ഈ മരത്തിൻ്റെ ചെവിട് കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ. ട്രെയിലിലെത്തി. ഇവിടെ ഒരു ഫോൾസ് ഉണ്ട്, അവിടേക്ക് പോവാണ്. ഇത് ആർട്ട്ബാൻ ട്രെയിൽ എന്ന് പറയും. അങ്ങോട്ട് മാറി ബ്രൂസ് ട്രെയിൽ ഉണ്ട്. അപ്പോൾ ഈ ട്രെയിലിൽ കൂടെ ഞങ്ങൾ നടക്കാമെന്ന് ഓർത്തു. വാട്ടർഫോൾസ് ഇവിടെയാണ്. ഇവിടുന്നേ കാണാം വെള്ളം. നല്ല കൂളാണ് ഇവിടെ. മരങ്ങൾ നിറഞ്ഞും വെള്ളം വീഴുന്നൊക്കെ കൊണ്ട് നല്ല കൂൾ വെതർ. വലിയ വെയിലും ഇന്നില്ല, ലക്കിലി. Actually, you know what I do? No. ഇതിൻ്റെ അടുത്തോട്ട് നടന്ന് പോവാം. ഫോളിൻ്റെ അടുത്ത് പോയി ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ട്. എനിക്കെന്തായാലും അങ്ങോട്ട് കാണുന്നത്. എൻ്റെ അടുത്തോട്ട് പോകാൻ മെയിൻ കാരണം വെച്ചാൽ ഷൂ ഒക്കെ വെച്ചാവും. ഷൂ ഊരാനൊന്നും വയ്യ. ഷൂ വെച്ചാൽ തണുത്താണെങ്കിൽ വെള്ളം വീഴും. അതുകൊണ്ട് മാറി ഞാൻ ഇരിക്കുകയാണ്, ഇരുന്ന് കാണും. നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. അതുകൊണ്ട് അങ്ങ് ചുറ്റിയ ഒരു മനുഷ്യൻ ടിഫനി എന്ന് പറയും. അവിടുന്ന് ഇപ്പോൾ ഇതിന് മുമ്പ് പോയടുത്ത് ഇങ്ങോട്ട്
റോഡ് ക്രോസ് ചെയ്ത് വന്നാൽ വേറൊരു ഡയറക്ഷനിൽ വേറൊരു ഫോൾസ് ഉണ്ട്, അതിലേക്ക് പോവുക. ഇതെല്ലാം ഹാമിൽട്ടണിലാണ് കേട്ടോ, ഹാമിൽട്ടണിലായി കറങ്ങുന്നത് മൊത്തം ഇന്ന്. ഇത് ഇവിടുന്ന് 20 മിനിറ്റ് ഉണ്ട് ആ ഫോൾസിലേക്ക്. പക്ഷേ വെതർ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ. തിരിച്ച് നമ്മൾ ഈ വഴി തന്നെ വരണോ അതോ വേറെ വഴി കാണും? അതുകൊണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത് അവിടെ. നോക്കിയോ മരങ്ങളിലൊക്കെ വെള്ള പെയിൻറ്റ് അടിച്ചേക്കുന്നുണ്ടോ, പെയിൻറ്റ് കളർ അടിച്ചേക്കുന്നത്. അത് നോക്കിയാൽ നമ്മൾ പോകുന്നത് എവിടെ അടിച്ചേക്കുന്നുണ്ടോ മാർക്ക്. ഇത് കറുത്ത പെയിൻറ്റിൽ അറ്റ്ലീസ്റ്റ് വൃത്തിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതിലൊക്കെ ഡയറക്റ്റായിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ടിഫനി ഫോൾസിലൊക്കെ പോവാണേ. ആ ട്രെയിലിലൂടെ ബ്രൂസ് ട്രെയിലിൽ കൂടെ നടന്നിട്ട് ഇങ്ങോട്ട് വരാൻ. ഇവിടെ വന്നപ്പോൾ പാർക്കിംഗ് ഇല്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ നടന്ന് വന്ന് 20 മിനിറ്റ് നടപ്പുണ്ട്. നടന്ന് വന്ന് ഞങ്ങൾ ടിഫനി ഫോൾസിൻ്റെ കയറാൻ പോവാം. ഈ ബ്ലൂ തിങ് കണ്ടോ, മുമ്പ് വൈറ്റ് ആയിരുന്നില്ലേ, ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ് മാർക്ക്. ഈ ബ്ലൂ നോക്കി അങ്ങ് പോയച്ചാൽ മതി ട്രെയിനിലെത്താൻ. എന്തോ വലിയ പട്ടി അവിടെ. Perché? Viaggio.
വാട്ടർഫോൾസിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. നമ്മൾ ദേഹത്ത് വെറുത്ത് വീഴുന്നു, പക്ഷെ എന്നാലും നടന്ന് കല്ലും മണ്ണൊന്നുമില്ല. ഇഷ്ടപ്പെട്ടത് നല്ല സുഖമുണ്ട്. നടന്നു വന്നതിൻ്റെ ഉഷ്ണം വേർപ്പൊക്കെ അങ്ങ് മാറി, ക്ഷീണം മാറുന്നു വെള്ളം വീഴുമ്പോഴത്തേന്. ആഹാ, ദേഹത്ത് വെള്ളം എറിച്ചിൽ വീഴുന്നുണ്ട് നന്നായിട്ട്. റെസ്റ്റിൽ വെച്ച് ഇവിടെ അങ്ങ് നിൽക്കാൻ തോന്നുന്നു. ഹോൾ ഡേ മൊത്തം ദിവസം ഇവിടെ നിൽക്കാൻ തോന്നുന്നു. ഒരാളെ കണ്ട പട്ടീനെ കൊണ്ട്, വലിയൊരു പട്ടിയാണ്. അതിനെയും കൊണ്ട് അയാൾ നടക്കാൻ വന്നേ. ആണോ? അതൊരു സർവീസ് ഡോഗാണ്. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയിലൂടെ ആവശ്യത്തിലധികം നടന്ന് വാട്ടർഫോൾസൊക്കെ കണ്ട് ഒരു ഫുൾ ഡേ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനിയും അടുത്ത ട്രിപ്പ് എവിടെ പോകണം, എങ്ങനെ പോകണം, ആരുടെ കൂടെ പോകണം എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്